ആ സയൻസ് ലാബിൽ വെച്ച് ആ പ്രൊഫസർ തൻ്റെ കുട്ടികളോട് പറഞ്ഞതിങ്ങനെയാണ്: നിങ്ങൾ ഈ സയൻസ് ലാബിലുള്ളതായ സകല വസ്തുക്കളെയും വളരെ കൃത്യമായും ശ്രദ്ധയോടും കൂടി നിരീക്ഷിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ പരീക്ഷണങ്ങൾ നടത്താൻ പോകുന്നതുകൊണ്ട് ഞാൻ എന്താണോ ചെയ്യുന്നത് അത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ നിരീക്ഷിക്കേണ്ടതാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? അതേ സാർ, ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു ഗ്ലാസ് കൊണ്ടുവന്നു. ഗ്ലാസ്സിൽ നിറയെ വെള്ളമുണ്ട്. ആ വെള്ളമുള്ള ഗ്ലാസ് അവിടെ വെച്ചിട്ട് പ്രൊഫസർ അവരോട് പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ വെള്ളത്തിൽ നിങ്ങളുടെ വിരലിട്ടിട്ട് അത് രുചിച്ചു നോക്കണം. നിങ്ങളിത് രുചിച്ചു നോക്കണം. അതാണ് ഇന്നത്തെ പരീക്ഷണം. ആദ്യം നിങ്ങൾ എന്നെ നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഗ്ലാസ്സിലെ വെള്ളത്തിൽ വിരലിട്ടിട്ട് അത് രുചിച്ചു നോക്കുവാനിടയായി. രുചിച്ചു നോക്കിയ ശേഷം അദ്ദേഹം പറയുകയാണ്, ഇത് വെള്ളമല്ല, ഇത് മൂത്രമാണ്. എന്താണ്? ഇത് മൂത്രമാണ്. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒറ്റയടിക്ക് വിദ്യാർത്ഥികളെല്ലാം അമ്പരന്നു പോയി. എന്ത് പറയണമെന്നറിയുന്നില്ല. ഗ്ലാസ്സിലെ മൂത്രത്തിൽ വിരലിട്ടിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യണമോ? അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, നോക്കൂ, സാറ് പോലും ടേസ്റ്റ് ചെയ്തല്ലോ, പിന്നെ നമുക്ക് മാറി നിൽക്കാൻ കഴിയുമോ? ഏതായാലും നമ്മുടെ വിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ മുൻപോട്ട് വന്ന് ആ മൂത്രത്തിൽ വിരലിട്ട് രുചിച്ചു നോക്കി. അതിൻ്റെ ശേഷം സാറിങ്ങനെ ചോദിച്ചു, എല്ലാവരും ടേസ്റ്റ് ചെയ്തോ? ടേസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ അത് മൂത്രമാണെന്ന്. എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് അത്ര ധൈര്യത്തോടുകൂടി വിരലിട്ട് അത് ടേസ്റ്റ് ചെയ്യുവാനിടയായത്? മൂത്രം എങ്ങനെ രുചിച്ചു നോക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഒരു സ്റ്റുഡൻ്റ് പറയുകയാണ്, അങ്ങ് തന്നെ അങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണോ എന്ന് പറഞ്ഞു. അപ്പോഴാ പ്രൊഫസർ ചോദിക്കുകയാണ്, ഞാൻ ചെയ്തത് കൊണ്ടാണോ നിങ്ങൾ ചെയ്തത്? അതെ സാർ. ഞാനെന്താണ് പറഞ്ഞത്? ഇതൊരു പരീക്ഷണശാലയാണ്. ഇവിടെ നിങ്ങൾ പരീക്ഷണങ്ങൾ ചെയ്യണമെങ്കിൽ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ നിരീക്ഷിക്കേണ്ടത് ആവശ്യമാണ്. എങ്കിലേ നിങ്ങൾക്കത് പഠിക്കാൻ കഴിയുകയുള്ളൂ. പരിശോധിക്കണം, അല്ലാതെ നിങ്ങൾക്കൊന്നും പഠിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നിരീക്ഷിക്കണം. ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞു, ശരിയല്ലേ? അതെ സാർ. ഞാൻ എന്താണ് ചെയ്തത്? വിരൽ ഗ്ലാസ്സിലെ മൂത്രത്തിലിടുന്നു, അതിനുശേഷം അത് വായിൽ വെച്ച് രുചിക്കുന്നു. അതാണ് ഭോഷന്മാരെ. ഞാൻ ഈ വിരലാണ് മൂത്രത്തിൽ ഇട്ടത്, എന്നാൽ ഞാൻ രുചിച്ചു നോക്കിയത് ഈ വിരലാണ്. നിങ്ങളത് ശ്രദ്ധിച്ചില്ലേ? അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഞെട്ടിയത്. സാർ മൂത്രം ടേസ്റ്റ് ചെയ്തില്ലായിരുന്നുവോ? എന്നാൽ ഇവരെന്താണ് മൂത്രം ടേസ്റ്റ് ചെയ്ത് ഓരോരുത്തരും അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ പറയാനിടയായി. എന്താണ് മനസ്സിലായത്? ഒരു വ്യക്തിക്ക് ഏതെങ്കിലും കാര്യത്തിൽ നല്ല ജ്ഞാനം നേടണമെങ്കിൽ ഒന്നാമതായിട്ട് പഠിക്കുന്നവരായിരിക്കണം. പഠിക്കണമെങ്കിൽ ആ വ്യക്തി ആദ്യമായിട്ട് ഇത് പഠിപ്പിക്കുന്ന വ്യക്തികളെ ശ്രദ്ധിച്ച് നിരീക്ഷിക്കണം. അതായത് ഒബ്സർവ് ചെയ്യണം. ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. മൂഢന്മാർ തങ്ങൾ ചെയ്യുന്നതായ തെറ്റുകൾ നിമിത്തമായി ഗുണപാഠങ്ങൾ പഠിക്കുന്നു. കേൾക്കുന്നില്ലേ? ഫൂൾ ലേൺ ബൈ ഹിസ് മിസ്റ്റേക്സ്. വിഡ്ഢികൾ അവർ തെറ്റുകൾ ചെയ്ത് അങ്ങനെയാണ് പഠിക്കുന്നത്. എന്നാൽ ജ്ഞാനമുള്ളവനായ വ്യക്തി മറ്റുള്ള ആളുകൾ ചെയ്യുന്ന തെറ്റ് കണ്ടുകൊണ്ട് അതിൽ നിന്നും പഠിക്കും. ഇന്ന് നമ്മൾ സ്വയമായിട്ട് തെറ്റുകൾ ചെയ്ത് അതിൽ നിന്നും പഠിക്കുന്നതിനേക്കാൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ ചെയ്യുന്ന തെറ്റുകൾ നിമിത്തമായി അതിൽ കൂടി ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ ജ്ഞാനത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യാതെയിരിക്കും. വേദപുസ്തകത്തിൽ നമുക്കൊരു വചനം വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 24 അധ്യായം 30 വാക്യം. ഞാൻ മടിയന്റെ കണ്ടത്തിനരികെയും ബുദ്ധിഹീനന്റെ മുന്തിരിത്തോട്ടത്തിന് സമീപയും കൂടിപ്പോയി. അവിടെ മുള്ള് പടർന്നു പിടിച്ചിരിക്കുന്നതും തൂവ നിറഞ്ഞ നിലം മൂടിയിരിക്കുന്നതും അതിൻ്റെ കന്മതിൽ ഇടിഞ്ഞുകിടക്കുന്നതും കണ്ടു. ഞാനത് നോക്കി വിചാരിക്കുകയും അത് കണ്ട് ഉപദേശം പ്രാപിക്കുകയും ചെയ്തു. ഒരു മടിയന്റെ വയൽ ഞാൻ കാണാനിടയായി.
ഒരു ഭോഷന്റെ മുന്തിരിത്തോട്ടം ഞാൻ നോക്കാനിടയായി. ആ മുന്തിരിത്തോട്ടത്തിലും ആ വയലിലും എന്താണ് പടർന്നിരിക്കുന്നത്? എന്താണ് വളർന്നിരിക്കുന്നത്? മുള്ള് പടർന്നിരിക്കുന്നു, തൂവ നിറഞ്ഞതിനെ മൂടിയിരിക്കുന്നു. അതായത് മടിയനായ മനുഷ്യൻ തൻ്റെ തോട്ടത്തിനെ നന്നായിട്ട് കാക്കുന്നില്ല. അതുകൊണ്ട് മുള്ളുകൾ പടർന്നു പിടിച്ച് അതിൻ്റെ ഫലങ്ങളെ മൂടിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി, കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടല്ലാതെ മുന്തിരി വിളയുകയില്ല എന്ന സത്യം മനസ്സിലാക്കി. താൻ പഠിച്ചതായ ഈ പാഠം താൻ തെറ്റു ചെയ്തതുകൊണ്ടല്ല, മറിച്ച് മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുകൊണ്ട് അതിൻ്റെ തിന്മയെക്കുറിച്ച് പഠിച്ചു ജാഗ്രത വഹിക്കുകയാണ്. സഹോദരാ സഹോദരി, ഞാനും നിങ്ങളും സ്വയം തെറ്റുകൾ ചെയ്തിട്ട് അതിന് ശേഷം കാര്യങ്ങൾ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്തെങ്കിലും സംഭവിച്ച ശേഷം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നിങ്ങൾ ഉയർന്നു വരണം. മറ്റുള്ളവർക്ക് അനുഗ്രഹ വിഷയമായി, മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് ജീവിക്കണം. ഇങ്ങനെ ആഗ്രഹിക്കുന്നവർ വരും. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, ശ്രേഷ്ഠമായ വചനത്തിൽ കൂടി ഞങ്ങളോട് നീ ശക്തമായി സംസാരിച്ചല്ലോ. കർത്താവ്, നിന്നെപ്പോലെ ഞങ്ങളും ജീവിക്കണം. നീ ഒരു പ്രവൃത്തി ആരംഭിച്ചു, അത് പൂർത്തീകരിക്കുകയും ചെയ്തു. അതിൻ്റെ ശേഷം വിശ്രമിച്ചു. ഞങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നു. ഞങ്ങൾക്കായി കഷ്ടതകൾ അനുഭവിച്ചു. ഞങ്ങൾക്ക് വേണ്ടി നിന്റെ പ്രാണനെ ക്രൂശിൽ തന്നുവല്ലോ. അതിൻ്റെ ശേഷമാണ് വിശ്രമം. പൗലോസിനൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. ആ ഉത്തരവാദിത്വം അവൻ നിറവേറ്റി. അതിൻ്റെ ശേഷമാണ് വിശ്രമിച്ചത്. കർത്താവേ, മടിയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുമാറാകണമേ. ഞങ്ങളറിയാതെ തന്നെ ഞങ്ങൾ പലരും മടിയുള്ളവരാകുന്നു. നൽകിയിരിക്കുന്ന ജോലികൾ ചെയ്യാൻ കഴിയുന്നില്ല. വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിവസം മുതൽ ഞങ്ങൾ പ്രയോജനമുള്ളവരായിട്ട് ജീവിക്കണം, മാറ്റമുള്ളവരായിട്ട് ജീവിക്കണം. അനേകർക്ക് അനുഗ്രഹ വിഷയമായിട്ട് ഞങ്ങൾ ജീവിക്കണം. അതിനുള്ള കൃപ നൽകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.